ഹായ് ഫ്രണ്ട്സ്, നിഫ്റ്റിയുടെ കഴിഞ്ഞ ദിവസത്തെ ക്ലോസിംഗ് ആയിട്ട് 23,644 ലെവലിൽ നിന്ന് താഴെ ഇന്ന് 23,560 ഓപ്പൺ ചെയ്തത്. പിന്നീട് 23,689 വരെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് 23,460 ലോ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഇപ്പോൾ ഫൈനലി ക്ലോസ് ചെയ്തത് 23,656 എന്ന ലെവലിലാണ്. അതായത് ഇന്ന് ആക്ച്വലി ഒരു 0.05 ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആയിട്ടുള്ള യാതൊരു ചേഞ്ചും ഇല്ലാത്ത ഒരു ക്ലോസിംഗ് ആണ് നമുക്ക് കാണാൻ കഴിയുക. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മാർക്കറ്റിൽ യാതൊരുവിധ ട്രേഡിംഗ് വോളിയൂം ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ട്രേഡിംഗ് വോളിയൂം കുറവായതുകൊണ്ടാണ് വലിയ തോതിലുള്ള വളറ്റിലിറ്റിയും ഫ്ലാറ്റ് ക്ലോസിംഗും ഒക്കെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇന്നത്തെ ആ ഒരു ക്ലോസിംഗ് 200 മൂവിംഗ് ആവറേജിന് താഴെ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 200 മൂവിംഗ് ആവറേജ് സപ്പോർട്ടായിട്ടുള്ള 23,873 ആ ഒരു ലെവലിന് താഴെ ആയതുകൊണ്ട് തന്നെ ഇപ്പോഴും നിഫ്റ്റി ഡൗൺ ട്രെൻഡിലാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. പക്ഷേ ഇവിടെ ഒരു ആശ്വാസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 50-day മൂവിംഗ് ആവറേജ് ഈ 200 മുകളിലാണുള്ളത്. അത് താഴോട്ടേക്ക് വന്ന് ഈ 200 മൂവിംഗ് ആവറേജ് ക്രോസ് ചെയ്താലാണ് നമ്മൾ ഡെത്ത് ക്രോസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് നിഫ്റ്റി പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ലോങ്ങർ ടേമിലുള്ള ഡൗൺ ട്രെൻഡും ലോങ്ങർ ടേമിലേക്കുള്ളൊരു ബെയർ മാർക്കറ്റ് സാധ്യതയുമാണ് സൂചിപ്പിക്കുക. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ആശ്വാസത്തിന് വകയുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ മാർക്കറ്റ് മൂഡ് ഇൻഡെക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് എക്സ്ട്രീം ഫിയർ സോണിലേക്ക് ഇപ്പോഴും പോയിട്ടില്ല. ഇപ്പോഴും ഫിയർ സോണിലാണ് നിൽക്കുന്നത്. അപ്പോൾ എക്സ്ട്രീം ഫിയർ സോണിലേക്ക് പോവുകയാണെങ്കിലാണ് അത്തരത്തിലുള്ളൊരു ബെയർ ട്രെൻഡ് നമ്മൾ കാണാൻ കഴിയുക. ഇന്നത്തെ ഒരു സെക്ടോറൽ ഇൻഡെക്സുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1% ഒരു ഡൗണിലേക്ക് പോയ ഒരേ ഒരു സെക്ടർ എന്ന് പറയുന്നത് IT ഇൻഡെക്സ് ആണ്. അപ്പോൾ IT ഇൻഡെക്സിലുള്ള ടോപ്പ് 10 IT സ്റ്റോക്കുകളിലെല്ലാം നെഗറ്റീവിലാണ് ഇന്ന് ക്ലോസ് ചെയ്തത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ IT സെഗ്മെൻറ്റിലുള്ള ഈ ഒരു സെൽ ഓഫ് സൂചിപ്പിക്കുന്നത് നമ്മുടെ മാർക്കറ്റിൻ്റെ ആ ഒരു വാല്യുവേഷൻ കൺസേൺ തന്നെയാണ്. കാരണം കഴിഞ്ഞ വർഷം നല്ല റണ്ണപ്പ് നടന്ന ഒരു സെക്ടറായിരുന്നു IT സെക്ടർ, അതേപോലെ റിയാലിറ്റി സെക്ടർ പോലെയുള്ള സെക്ടറുകൾ. അപ്പോൾ അവിടെയാണ് വലിയ തോതിലുള്ള സെൽ ഓഫ് നമ്മളിപ്പോൾ കാണുന്നത്. IT-യുടെ ആ ഒരു ഇൻഡസ്ട്രി പി അറൗണ്ട് 40 എന്നുള്ള ലെവലിലാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു മാർക്കറ്റിൽ ചില സ്റ്റോക്കുകളിൽ വന്ന ന്യൂസുകളും ആ ന്യൂസുകൾ ആ സ്റ്റോക്കിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. R4iലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഈസ്ട്രിപ്പ് പ്ലാനേഴ്സ് എന്ന് പറയുന്ന സ്റ്റോക്കിൽ വന്ന ആ സിവിയർ ആയിട്ടുള്ളൊരു ഫോള് അത് ഒരു ബ്ലോക്ക് ഡീലിൻ്റെ അടിസ്ഥാനത്തിൽ വന്നതാണ്. നമുക്ക് കാണാൻ കഴിയും ഇന്ന് ഈസ്ട്രിപ്പ് പ്ലാനേഴ്സ് ക്ലോസ് ചെയ്തത് 6.98% ഒരു ഇടിവിലാണ് ഇന്ന് ഫൈനലായിട്ട് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈസ്ട്രിപ്പ് പ്ലാനേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ട്രാവൽ കമ്പനി അവരുടെ ആ ഒരു പ്രൊമോട്ടർ ഹോൾഡിംഗ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ 3 ബ്രദേഴ്സിനെ കാണാൻ പറ്റും. റികാന്ത് പിറ്റി, അതുപോലെ നിഷാന്ത് പിറ്റി, അതുപോലെ പ്രശാന്ത് പിറ്റി. ഈ പിറ്റി ബ്രദേഴ്സ് അവരാണ് പ്രധാനപ്പെട്ട പ്രൊമോട്ടേഴ്സ്. അതിൽ 14.21% പ്രൊമോട്ടർ ഹോൾഡിംഗ് ഉള്ള നിഷാന്ത് പിറ്റി, അദ്ദേഹം കമ്പനിയുടെ കോ ഫൗണ്ടർ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ മൊത്തം ഷെയറുകൾ ഏകദേശം 3.4 കോടിയുടെ ഷെയറുകൾ ഒരു ഷെയറിന് 15.5 രൂപ വെച്ചിട്ട് ഒരു ബ്ലോക്ക് ഡീലിലൂടെ അദ്ദേഹം വിൽക്കുകയാണ്. ഈ ഒരു ന്യൂസ് വന്നതിന് ശേഷമാണ് ഈ സ്ട്രിപ്പ് പ്ലാനേഴ്സിൽ വലിയൊരു ഫോൾ ഉണ്ടായത്. നമുക്കറിയാം, പ്രൊമോട്ടേഴ്സ് അവരുടെ ഷെയറുകൾ വിൽക്കുക എന്ന് പറയുമ്പോൾ അത് ഒരു കമ്പനിയുടെ എക്സ്പാൻഷൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ അതൊരു പോസിറ്റീവ് സൈനാണ്. പക്ഷെ ഇവിടെ അതിൻ്റെ ഭാഗമായിട്ടാണോ ഇത് ചെയ്യുന്നത് എന്ന് നമുക്ക് വ്യക്തമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇൻവെസ്റ്റേഴ്സ് ആ സ്റ്റോക്കിനോട് ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം നല്ല പ്രോഫിറ്റിൽ പോകുന്ന ഒരു ബിസിനസ് ആണെങ്കിൽ അവിടെ ഒരിക്കലും പ്രൊമോട്ടേഴ്സ് അവരുടെ സ്റ്റേക്ക് സെല് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു ഡീലിലൂടെ ഏകദേശം 750 കോടിയുടെ ഒരു ഫണ്ടാണ് പ്രൊമോട്ടേഴ്സ് റേസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ ഒരു പെർഫോമൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 3 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് 52% നല്ലൊരു സെയിൽസ് ഗ്രോത്ത് നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ കഴിയും. പക്ഷേ ട്രെയിലിംഗ് 12 മന്ത്സിൽ അത് 1% ആയിട്ട് താഴോട്ട് വന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇതേപോലെ തന്നെ 3 ഇയേഴ്സിൻ്റെ പ്രോഫിറ്റ് ഗ്രോത്തും 38% ഉണ്ടായിരുന്നു. അത് ട്രെയിലിംഗ് 12 മന്ത്സിൽ 10% ആയിട്ട് കുറഞ്ഞതായിട്ടും കാണാം. അപ്പോൾ ഈ ഒരു ഇടിവ് ഈ സ്റ്റോക്കിൻ്റെ ആ ഒരു ബുള്ളിഷ്നെസ്സിനെ ഇല്ലാതാക്കിയിട്ടുണ്ട്. എന്നാൽ ഇവരുടെ കോൺകോളിൽ ഇവർ അനൗൺസ് ചെയ്തിട്ടുള്ള ഈസി ഗ്രീൻ മൊബിലിറ്റി, അതായത് ഇലക്ട്രിക് ബസ് നിർമ്മാണ മേഖലയിൽ ഇവർ കടക്കുന്നു എന്നുള്ള വാർത്ത ഈ സ്റ്റോക്കിൽ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിലൂടെ അവർ പ്രതീക്ഷിക്കുന്നത് 24% ഒരു CAGR ഗ്രോത്താണ്. FY 230 ആകുമ്പോഴത്തേക്ക് ബിസിനസ് പ്ലാൻ വിജയിക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്കിന് അതൊരു നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ആകുമ്പോൾ ഇത്തരത്തിലുള്ള ഡിപ്പുകൾ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണക്കാക്കേണ്ടി വരും. എന്നാൽ ഇവരുടെ എയർലൈൻ ടിക്കറ്റിംഗ് ബുക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വലിയ തോതിലുള്ള കോമ്പറ്റീഷൻ നേരിടുന്നതായിട്ട് അവരുടെ മാർജിൻ ഗൈഡൻസിൽ നമുക്ക് അവർ പറയുന്നതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്ക് നമ്മൾ തീർച്ചയായിട്ടും കുറച്ചുകൂടി കോഷ്യസ് ആയിട്ട് നീങ്ങേണ്ട ഒരവസ്ഥയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് മാർക്കറ്റിൽ നടന്നത് ഈ വർഷത്തെ അവസാനത്തെ IPO ലിസ്റ്റിംഗ് ഇന്ന് നടന്നു എന്നുള്ളതാണ്.
നമുക്കറിയാം ഈ വർഷം എന്ന് പറയുന്നത് IPOകളുടെ ചാകരയായിരുന്നു. റെക്കോർഡ് നമ്പർ ഓഫ് IPO വരികയും റെക്കോർഡ് നമ്പർ ഓഫ് ഫണ്ട് റേസ് ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരു വർഷമാണ് കടന്നുപോയത്. അപ്പോൾ അതിൻ്റെ ഒരു കൊട്ടിക്കലാശം എന്നുള്ള രീതിയിൽ അവസാനത്തെ IPO വന്നിട്ടുള്ളത് യൂണിമെക് എയറോസ്പേസ് ഷെയർസിൻ്റെ IPO ആയിരുന്നു. ഇതിൻ്റെ ലിസ്റ്റിംഗ് വമ്പിച്ച ഒരു ബ്ലോക്ക് ബസ്റ്റർ ലിസ്റ്റിംഗ് ആണെന്ന് പറയേണ്ടി വരും. കാരണം 86% ഒരു പ്രീമിയത്തിലാണ് സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്തത്. 1460 എന്നുള്ള പ്രൈസിൽ ഓപ്പൺ ചെയ്ത സ്റ്റോക്ക് 86% ഒരു ലിസ്റ്റിംഗ് ഗെയിനാണ് IPO ഇൻവെസ്റ്റേഴ്സ് നൽകിയത്. 785 രൂപയിലായിരുന്നു IPO പ്രൈസ്. എന്നാൽ പിന്നീട് നേരിയ തോതിലുള്ള ഒരു സെൽ ഓഫ് ഈ സ്റ്റോക്കിൽ ഉണ്ടായതായിട്ടും ഏകദേശം 5% ഒരു കറക്ഷൻ വന്നതായിട്ടും നമുക്ക് കാണാൻ കഴിയും. ഫൈനലായിട്ട് അത് ക്ലോസ് ചെയ്തിട്ടുള്ളത് 1376 എന്നുള്ള ലെവലിലാണ്. ഇൻട്രാഡേയിൽ ഏകദേശം 1485 എന്ന ലെവലിൽ സ്റ്റോക്കിൻ്റെ പ്രൈസ് പോയതായിരുന്നു. അവിടെ നിന്ന് ഏകദേശം 75 രൂപയുടെ ഒരു ഇടിവ് നമുക്ക് ഫൈനലായിട്ട് കാണാൻ കഴിയും. അപ്പോൾ എയറോസ്പേസ് രംഗത്തുള്ള ഈ ഒരു കമ്പനി അതിൻ്റെ ഇൻഡസ്ട്രി ടെയിൽവിൻഡ് ഉള്ളത് കൊണ്ടും കൂടാതെ സ്ട്രോങ് ഫൈനാൻഷ്യൽ പെർഫോമൻസ് കാരണവും കൂടാതെ നല്ല അട്രാക്റ്റീവ് വാല്യുവേഷനിൽ ഈ IPO വന്നത് കാരണവും നല്ലൊരു പ്രീമിയം വാല്യുവേഷനാണ് ഇൻവെസ്റ്റേഴ്സ് ഈ സ്റ്റോക്കിന് നൽകിയിട്ടുള്ളത്. അപ്പോൾ IPO കിട്ടിയവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മീഡിയം ടു ലോങ് ടേമിൽ ഹോൾഡ് ചെയ്യാവുന്ന ഒരു IPO തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഫ്രഷ് എൻട്രി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം അതിൻ്റെ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് 119 ആണ്. അതിൻ്റെ 10 ഇരട്ടിയോളം ഉയരത്തിലാണ് ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു കറക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിരിക്കും ഫ്രഷ് എൻട്രി എടുക്കുന്നവർക്ക് നല്ലതെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് കണ്ടീഷൻ അത്തരത്തിലുള്ള ഒരു ഡിസിഷൻ എടുക്കുന്നതാണ് കൂടുതൽ അഭികാമ്യം എന്ന് തോന്നുന്നു. ഇന്ന് ഇതുപോലെ തന്നെ 2% മുകളിൽ ഒരു അപ്സൈഡ് മൂവ് നടന്ന ഒരു സ്റ്റോക്കായിരുന്നു വോഡഫോൺ ഐഡിയ. നമുക്കറിയാം പെന്നി സ്റ്റോക്ക് ലവേഴ്സിൻ്റെ ഒരു ഫേവറേറ്റ് സ്റ്റോക്കാണ് വോഡഫോൺ ഐഡിയ. വലിയ ലോസ് സമ്മാനിച്ച ഒരു സ്റ്റോക്കായിരുന്നു വോഡഫോൺ ഐഡിയ. ഇപ്പോൾ ഇന്ന് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസ് ഈ സ്റ്റോക്കിൽ വരികയുണ്ടായി. അതിഭീകരമായിട്ടുള്ള കടവും മറ്റ് ലയബിലിറ്റീസും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു സ്റ്റോക്ക് വലിയ നഷ്ടത്തിലോടുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ അവർക്ക് ആശ്വാസകരമായ ഒരു വാർത്ത ഗവൺമെൻറ് സൈഡിൽ വന്നിട്ടുണ്ട്. കാരണം ഇവരുടെ 24,800 കോടിയുടെ ഒരു സ്പെക്ട്രം ഓപ്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു കടം അതിന് ബാങ്ക് ഗ്യാരണ്ടി നൽകണം എന്നുള്ള ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ 2021 മുമ്പേ 2012, 2014, 2015, 2016 ഈ കാലഘട്ടങ്ങളിൽ ഇവർ നടത്തിയുള്ള സ്പെക്ട്രം ലേലവുമായി ബന്ധപ്പെട്ട ഒരു കണ്ടീഷനായിരുന്നു ബാങ്ക് ഗ്യാരണ്ടി കൊടുക്കുക എന്നുള്ളത്. ആ ഒരു ബാങ്ക് ഗ്യാരണ്ടി ഗവൺമെൻറ് ഒഴിവാക്കി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് വലിയൊരു ആശ്വാസമായിട്ട് കമ്പനി തന്നെ അവരുടെ ഫയലിങ്ങിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സിറ്റി എന്ന് പറയുന്ന പ്രശസ്തമായിട്ടുള്ള ഗ്ലോബൽ ബ്രോക്കറേജ് ഹൗസ് ഈ സ്റ്റോക്കിന് ഒരു ബൈ റേറ്റിംഗ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ടാർഗറ്റ് അവർ 13 രൂപ എന്ന ലെവലിൽ നിശ്ചയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം 68% ഒരു മൂവ് ഈ സ്റ്റോക്കിൽ ഉണ്ടാവും എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഡെറ്റ് റിലീഫ് ഇവർക്ക് കൊടുത്തത് കൊണ്ട് വോഡഫോൺ ഐഡിയക്ക് ഉള്ള ഒരു ഗുണമെന്താണെന്ന് വെച്ചാൽ അവർക്ക് ബാങ്കുകളിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്യാനുള്ള ഒരു അവസരം ഇതിലൂടെ ലഭിക്കുകയാണ്. കാരണം സ്പെക്ട്രം ലേലവുമായി ബന്ധപ്പെട്ട് ഇവർ കൊടുത്തിട്ടുള്ള ബാങ്ക് ഗ്യാരണ്ടികൾ പിൻവലിക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് ആ റിലീസാവുന്ന ആ ഒരു ബാങ്ക് ഗ്യാരണ്ടി ഇവർക്ക് പുതിയ ഫണ്ട് റൈസ് ചെയ്യാനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സിറ്റി ഇതിന് ഒരു ബൈ റേറ്റിംഗ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സ്റ്റോക്ക് ഇപ്പോഴും നഷ്ടത്തിലോടുന്ന കമ്പനിയാണ്. ഇതൊരു പ്രോഫിറ്റബിൾ സ്റ്റേജിലേക്കൊക്കെ വരാൻ ഇനിയും കാലം എടുത്തേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ലോങ് ടേം സ്റ്റോക്കായിട്ട് ഇപ്പോഴും നമുക്ക് പരിഗണിക്കാൻ കഴിയില്ല. പക്ഷേ ഒരു ഷോർട്ട് ടേമിൽ ട്രേഡ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ സ്റ്റോക്ക് കൃത്യമായ സ്റ്റോപ്പ് ലോസും അതുപോലെ തന്നെ ടാർഗറ്റും ഒക്കെ വെച്ചുകൊണ്ട് ട്രേഡ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ സ്റ്റോക്കിൽ ഇപ്പോഴും അവസരങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അത്രമാത്രം ആ സ്റ്റോക്കുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇന്ന് വന്ന അദാനി വിൽമർ സ്റ്റോക്കിലാണ്. ഇന്നത് ഏകദേശം 6% ഒരു ഇടിവിലാണ് ഫൈനലായിട്ട് ക്ലോസ് ചെയ്തിട്ടുള്ളത്. 308 എന്നുള്ള പ്രൈസിലാണ് അത് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കാണാം വിൽമർ ഷെയറിൽ അവരുടെ പ്രൊമോട്ടർ ലിസ്റ്റിൽ ഏകദേശം 43.94% പ്രൊമോട്ടർ ഷെയർ ഉള്ളത് അദാനിക്കാണ്. അപ്പോൾ അദാനി അവരുടെ ആ ഒരു ഷെയറിൽ ഏകദേശം 31.06% സ്റ്റേക്കാണ് അവർ വിൽക്കാൻ പോകുന്നത്. ആ വിൽക്കുന്നത് അവർക്ക് ഈ സിംഗപ്പൂർ ബേസ്ഡ് ആയിട്ട് ഈ വിൽമർ കമ്പനിക്ക് തന്നെ അവർ തിരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ സ്റ്റോക്ക് പ്രൊമോട്ടർ ഹോൾഡിംഗ് അതിൻ്റെ എക്സ്ചേഞ്ച് മാൻഡേറ്റ് ആയിട്ടുള്ള 75% എന്നുള്ള ലെവലിൽ താഴെ വരികയാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സ്റ്റേക്ക് വിൽക്കുന്നതിലൂടെ ഏകദേശം $2 ബില്യൺ ഒരു ഫണ്ടാണ് അദാനി റൈസ് ചെയ്യാൻ പോകുന്നത്. അതവർ അവരുടെ എനർജി അതുപോലെ മറ്റ് യൂട്ടിലിറ്റി ബിസിനസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ സ്റ്റോക്കിൽ അദാനി എൻ്റർ ചെയ്തതോടെ ഒരു ഘട്ടത്തിൽ 2022 ഇതിൻ്റെ വില 800 മുകളിൽ പോയിരുന്നു. കൂടാതെ ഇതിൻ്റെ പി റേഷ്യോ 100 മുകളിൽ പോയിരുന്നു. അവിടെ നിന്നാണ് ഇത് ഇപ്പോൾ വളരെ ദയനീയ അവസ്ഥയിലേക്ക് തിരിച്ചു വന്നിട്ടുള്ളത്. വളരെ പുവർ ആയിട്ടുള്ള ഒരു ബിസിനസ് പെർഫോമൻസ് ആണ് നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ കഴിയുക. അപ്പോൾ അദാനി എക്സിറ്റ് ആവുന്നതോടുകൂടി ഈ സ്റ്റോക്കിൽ മുമ്പുണ്ടായിരുന്ന ആ ഒരു സെൻറ്റിമെൻറ്റ്സ് ഇനി മുതൽ അത് നെഗറ്റീവ് ആവുകയും ഈ സ്റ്റോക്ക് കൂടുതൽ തകർച്ചയിലേക്ക് പോകാനുള്ള സാധ്യതയും നമുക്ക് കാണാവുന്നതാണ്.
അടുത്തൊരു പ്രധാനപ്പെട്ട ന്യൂസ് ഒരു സ്റ്റോക്കിലുമായിട്ടുള്ളത് റെയിൽ വികാസ് നിഗത്തിലാണ്. നമുക്കറിയാം RVNL എന്ന് പറയുന്നത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മറ്റൊരു സ്റ്റോക്കായിരുന്നു. മൾട്ടി ബാഗർ റിട്ടേൺ നൽകിയ ഈ സ്റ്റോക്ക് പിന്നീട് അതിൻ്റെ ഹൈയിൽ നിന്നും ഏകദേശം 34% താഴത്തേക്ക് വന്ന ഒരു സ്റ്റോക്കാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് ഈ കമ്പനിക്ക് ഒരു ഓർഡർ കിട്ടി എന്നുള്ളതാണ്. ഏകദേശം മൊത്തത്തിൽ റെയിൽവേയിൽ നിന്ന് 541 കോടിയുടെ ഒരു ഓർഡറാണ് ഇവർ കിട്ടിയിട്ടുള്ളത്. ഇതിൽ 404 കോടിയുടെ ഓർഡർ ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേയുടെ കൊറാപ്പുട്ട് സിംഗപ്പൂർ റോഡ് ഡബിളിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊജക്റ്റിലാണ് കിട്ടിയിട്ടുള്ളത്. മറ്റൊന്ന് ഭുസാവൽ കാണ്ട്വ പ്രൊജക്റ്റിൽ ഇവർക്ക് അവിടുത്തെ ട്രാക്ഷൻ സബ്സ്റ്റേഷൻ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള 137 കോടിയുടെ മറ്റൊരു ഓർഡറാണ്. ഈ രണ്ട് ഓർഡറും കൂടിയിട്ട് ഏകദേശം മൊത്തം 541 കോടിയുടെ ഓർഡറാണ് 2 ദിവസം കൊണ്ട് ഇവർക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സ്റ്റോക്കിൽ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഉണ്ടാകുകയും അങ്ങനെ ഈ സ്റ്റോക്കിൽ നേരിയ ഒരു മുന്നേറ്റം നമുക്ക് കാണാനും കഴിയും. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സ്റ്റോക്കിൻ്റെ PE റേഷ്യോ ഇപ്പോഴും 68 എന്നുള്ള റേഞ്ചിലാണ് കാണാൻ കഴിയുക. ഇൻഡസ്ട്രി PE 24 മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ നിന്ന് വളരെ ഹൈയിലാണ് ഈ സ്റ്റോക്ക് ഇപ്പോഴും ഉള്ളത്. PEG റേഷ്യോ 3.5 ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും ഇതിൻ്റെ PE താഴോട്ടേക്ക് വരേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നല്ലൊരു ബൈങ് ലെവലിൽ ഈ സ്റ്റോക്ക് വരികയുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ ആ ഒരു സെൻറ്റിമെൻറ്റ്സ് നിലനിൽക്കണമെങ്കിൽ ഇവരുടെ നിലവിലുള്ള പ്രൊജക്റ്റുകൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് അതുപോലെ ബജറ്റിൽ കാപ്പക്സ് അലോക്കേഷൻ വരികയും അങ്ങനെ കൂടുതൽ ഓർഡറുകൾ ഇവർ സംശീകരിക്കുകയും ചെയ്യുമ്പോൾ ഇതിൻ്റെ ഏർണിങ്സിൽ ഒരു ഗ്രോത്ത് ഉണ്ടാകാനുള്ള സാധ്യതയും ആ ഒരു ഫ്യൂച്ചർ ഗ്രോത്തിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു മുന്നേറ്റവുമാണ് ഉണ്ടാകേണ്ടത്. അപ്പോൾ നിലവിൽ ഈ ഒരു ഹൈ PEയിൽ നിന്നും ഈ സ്റ്റോക്ക് താഴോട്ടേക്ക് വന്നാൽ മാത്രമേ അത്തരത്തിലുള്ള ഒരു സാധ്യതകളെക്കുറിച്ച് നമുക്ക് ആലോചിക്കാൻ കഴിയുകയുള്ളൂ. ഏതായാലും അത് നമുക്ക് Q3 റിസൾട്ടിന് ശേഷം പരിഗണിക്കാവുന്ന ഒരു കാര്യമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ചില ന്യൂസുകളും അതുമായി ബന്ധപ്പെട്ട ആ സ്റ്റോക്കുകൾ ഉണ്ടായിട്ടുള്ള ഇമ്പാക്റ്റുമായിട്ട് ഇവിടെ പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.